അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റ് പോലും അമർന്നു പോകുന്ന ശബ്ദം. ഒരു പാപിയായ മനുഷ്യനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. താഴ്വരയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെന്നും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ കാൽവരിനാഥം മിനിസ്ട്രി ഒരുക്കുന്ന പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 95ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് മീറ്റിംഗ് നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കൺവെൻഷനുകളുടെ സമയമായിരുന്നു. പിന്നീട് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഹോസ്പിറ്റലിലായിരുന്നതിനാൽ മീറ്റിംഗ് നടത്താനായിട്ട് കഴിഞ്ഞില്ല. വീണ്ടും ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. കർത്താവായ ദൈവം ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന്റെ ദാസി പ്രിയ എൽസി ബേബി ആന്റി വീണ്ടും നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരു മീറ്റിംഗിൽ, ഒരു പ്രോഗ്രാമിൽ കടന്നു വന്ന് തന്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗം നമ്മെ ഓർപ്പിച്ചിരുന്നു. അത് നമുക്കും കേട്ട അനേകർക്കും വളരെ അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞ് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയ കർത്താവിന്റെ ദാസിയിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യവും ദൈവികമായ ദൂതും കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. പ്രിയദാസി എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയ മജു എബി ജോസഫ് അൾവാർ പ്രിയ സഹോദരിയും നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരിയിൽ നിന്ന് 2-3 ഗാനങ്ങൾ കേൾക്കുവാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. പ്രിയദാസിയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരു ആത്മീയ ശുശ്രൂഷയാണല്ലോ. പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് പ്രിയ ജെബിൻ ജേക്കബ് സഹോദരനെ വളരെ പ്രാർത്ഥനയോടുകൂടെ ക്ഷണിക്കും. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സുഗീതാവേ, സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് ഈ രാത്രി സമയം ഈ സൂമിലൂടെ കൂടി വരുവാൻ കടന്നു വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്വാഗതം ചെയ്യുന്നത്. ആവേ, അവിടുന്ന് വാഗ്ദത്തങ്ങളെ വിശ്വസനായ ദൈവമാണ്, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ആവേ, ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളും കൃപകളും എല്ലാം നൽകി തന്ന് ഞങ്ങളെ പോറ്റിപ്പുലർത്തുന്ന ദൈവമാണ്. അതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ആവേ, ഈ ലോകത്തിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ട്. എന്നാലും ആ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളെ കൈവിടാത്ത ഒരു ദൈവമാണ്. അതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ആവേ, അവിടുത്തെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അനേക പ്രഗത്ഭന്മാർ, അനേക ദൈവമക്കൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സ്ഥാനങ്ങളിൽ ഇന്നും ഞങ്ങളെ ജീവനിലോട്ട് ദേശത്ത് അവിടെ ശേഷിപ്പിച്ചതിനായിട്ട് സ്വാഗതം ചെയ്യുന്നത്. അവിടെ ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്വാഗതം ചെയ്തു. ഇത്രയും ഞങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് ഞങ്ങൾ എന്തുള്ളൂ ദൈവമേ, ഞങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് വീണ്ടും ഈ കാൽവരിനാഥം മിനിസ്ട്രിയുടെ മീറ്റിംഗ് ആയിട്ട് കടന്നു വരാൻ നിങ്ങളെ സഹായിച്ചതിനായിട്ട് സ്വാഗതം ചെയ്ത കർത്താവേ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്വാഗതം ചെയ്യുന്ന കർത്താവേ, ഈ മീറ്റിംഗ് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കുവാൻ അവിടെ സഹായിക്കണം കർത്താവേ. ഈ മീറ്റിംഗിലൂടെ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രതിയാൽ ഗാനം ശുശ്രൂഷ ചെയ്യുന്ന പ്രിയമകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അവിടുന്ന് കൊടുത്തിരിക്കുന്ന താലന്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി തന്റെ ശബ്ദം ഉപയോഗിക്കുവാൻ പ്രിയമകളെ എത്രത്തോളം സഹായിച്ചല്ലോ എന്നായിട്ട് സ്വാഗതം ചെയ്യുന്നത്. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുവാൻ, ശ്രവിക്കുവാൻ, അത് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ആഗ്രഹം. അതിനുശേഷം ഞങ്ങൾ അല്പസമയം ദൈവത്തിന് മുമ്പാകെയും അതുപോലെ തന്നെ പ്രിയ അമ്മച്ചിയുടെ സാക്ഷ്യത്തിന് മുമ്പാകെ ഞങ്ങൾ ഇരിക്കുകയാണ് കർത്താവ്. അതിലൂടെ, ആ സാക്ഷ്യത്തിലൂടെ, വചനത്തിലൂടെ ഞങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ അവിടെ നിരയാക്കണം കർത്താവ്. പ്രതിയാൽ പ്രിയ അമ്മച്ചിയോർത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അനേകർക്ക് ആശ്വാസമായിട്ട്, അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പ്രിയ മാതാവിനെ അവിടെ എത്രത്തോളം എടുത്ത് ഉപയോഗിക്കുന്നു, അവിടുത്തെ വേലയിൽ എത്രത്തോളം അവിടുന്ന് സഹായിക്കുന്നതോട് സ്വാഗതം ചെയ്യുന്ന കർത്താവ്. ഞങ്ങൾക്ക് അനേക കാര്യങ്ങൾ പഠിക്കുവാൻ, ഞങ്ങൾക്ക് മാതൃകയാക്കുവാൻ അവിടുന്ന് ദൈവം നല്ലൊരു സാക്ഷ്യം കൊടുത്തതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്ന കർത്താവ്. അങ്ങനെ എല്ലാ വിധത്തിലും ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്നത്തെ ഈ മീറ്റിംഗ് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകി തരണം കർത്താവ്, സഹായിക്കണം. ഈ മീറ്റിംഗിലൂടെ ദൈവമേ, ആരെങ്കിലും ദൈവത്തെ കണ്ടുമുട്ടാത്തവർ ദൈവത്തെ കണ്ടുമുട്ടാൻ അവിടെ നിരയാക്കണം കർത്താവ്. ദൈവത്തിൽ കൂടുതൽ ഉറപ്പിക്കുവാൻ, ആ ദൈവത്തിന്റെ വിശ്വാസത്തിൽ കൂടുതൽ വളർന്നു വരുവാൻ ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ എത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്വാഗതം ചെയ്യുന്ന കർത്താവ്. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം കർത്താവ്. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ദൈവത്തെ കൂടുതൽ അടുക്കുവാൻ, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ആത്മീയ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ അവിടുന്ന് സഹായിക്കണം. എത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്വാഗതം ചെയ്യുന്ന കർത്താവ്. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കണം. എല്ലാ മഹത്വത്തോടും എടുക്കണം കർത്താവ്. പ്രാർത്ഥനയെ സ്വാഗതം ചെയ്യുന്നു. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.
താങ്ക് യു ജെബിൻ. വീണ്ടും നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യത്തിന്റെ ഒരു സെന്റൻസ് ഞാൻ ഓർപ്പിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 30-ാം വാക്യം. അവിടെ വായിക്കുന്നത്, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്ക. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ കടപ്പാട് അതാണ്. നമ്മളോട് ചോദിക്കുന്നവർക്ക് കൊടുക്കണം. എന്താണ് ചോദിക്കുന്നത്? അവർ ചോദിക്കുന്നത് സന്തോഷമാണ്, സമാധാനമാണ്, ആശ്വാസമാണ്, രക്ഷയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്, നിത്യജീവനാണ്. അത് കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ അനുഭവങ്ങളിലൂടെ അത് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും അനേകർക്ക് ചിലത് കൊടുക്കുന്ന ദിവസങ്ങളായി തീരുവാൻ നമുക്കിടയായി തീരട്ടെ. പിന്നെ ആ പ്രിയ ആന്റിയെ ഓർത്ത് ഞാൻ ആ നിലയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഏറിയ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് കർത്താവിന് വേണ്ടി വളരെ പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ ദൈവം കൃപ കൊടുത്തിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ 2 ഗാനങ്ങൾ നാം കേൾക്കുമ്പോൾ ആ ഗാനങ്ങളിലൂടെയും ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. പ്രിയ മജു ബി ജോസഫ് അൾവാർ സഹോദരി നമ്മോടുകൂടെയുണ്ട്. പ്രാണപ്രിയ യേശുനാഥ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം പ്രാരംഭമായിട്ട് നമുക്ക് കേൾക്കാം. പ്രിയ സഹോദരി എല്ലാ ബഹുമാനത്തോടും കൂടെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
തരുന്നീതാ എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നീ മുറ്റും തരുന്നീതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുന്നില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം, ലോകസ്നേഹം തേടുന്നില്ല. ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നീ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നീ മുറ്റും തരുന്നീതാ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നീ മുറ്റും തരുന്നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നീ മുറ്റും തരുന്നീതാ. ഈ ഗാനം നാം കേൾക്കുമ്പോൾ എനിക്കൊരു സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. എൻ്റെ ഹൃദയത്തിൽ യേശു അല്ലാതെ മറ്റാരുമില്ല. ഇത് നാം പാടുമ്പോൾ ജീവിതത്തിന്റെ ഉള്ളിൽ നിന്ന് അത് കർത്താവിനോട് ഒന്ന് പാടുവാനായിട്ട് കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ കർത്താവേ, നിന്നേക്കാൾ അധികമായിട്ട് അത് ആരോടും പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. ആ ഗാനത്തിലൂടെ നാം കടന്നു പോകുകയാണ്. നിൻ മാർവിൽ ഞാൻ
വളരെ അർത്ഥവത്തായ 2 ഗാനങ്ങൾ. നമ്മുടെ സ്നേഹം അത് കർത്താവിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ നമ്മുടെ സ്നേഹം കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ മാറാത്തവനായി കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ എന്താണുള്ളത്? പ്രിയ എൽസി ബേബി ആന്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 95-ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയദാസിക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. പുറകോട്ട് പോകുമ്പോൾ 41-ാമത്തെ എപ്പിസോഡിൽ പ്രിയദാസിക്ക് കടന്നു വന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിപ്പാൻ, ജീവിതത്തിന്റെ അനുഭവങ്ങളെ പറയുവാനൊക്കെ ഇടയായി. അസാധാരണമായ ദൈവം അത്ഭുതം പ്രവർത്തിച്ച അനേക അനുഭവങ്ങളെക്കുറിച്ച് അന്ന് വിവരിച്ചു. അന്നും പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ചത് പ്രിയ ജെബിൻ ജേക്കബ് സഹോദരനാണ്. പ്രിയദാസിനെയും ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹീതമായൊരു സമയം ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രിയദാസിയുടെ ജീവിതത്തിന്റെ 2-ാമത്തെ ഭാഗം, അല്ലെങ്കിൽ ഇനി പറയാനുള്ളത്, അനേകരുടെ ജീവിതത്തിന് അതൊരു മുതൽക്കൂട്ടായി തീരുവാൻ, ഒരു വെല്ലുവിളിയായി തീരുവാൻ, ഒരു അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രിയിൽ ദൈവം സഹായിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന സാക്ഷ്യം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഇടയാകുന്നതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ സമയം എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയും ദൈവത്തിന്റെ ദൂതിലൂടെയും കടന്നു പോകുവാൻ പ്രിയദാസിയെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ഈ സമയത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാൽ എൻ്റെ ബർത്ത്ഡേ ആണ് 87-ാമത്തെ ബർത്ത്ഡേ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു സമ്മാനം കിട്ടിയ ദിവസമാണ്. അത് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം കാൽവരി നാദം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കാൽവരിയിൽ നിന്ന് നമ്മൾ കേട്ട നാദം, അത് കേട്ടുകൊണ്ടിരിക്കുന്ന നാദം, 7 നാദങ്ങൾ നാം കേൾക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ നാദം, പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എന്റെ അവസാനത്തെ നിവൃത്തിയായി. ഈ 2 വാക്കുകളുടെ ഇടയിലുള്ള ഓരോന്നും നാം എടുത്ത് ചിന്തിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അലറിക്കരഞ്ഞ കർത്താവ് ആർക്കു വേണ്ടിയായിരുന്നു ആ കരഞ്ഞത്? എനിക്ക് വേണ്ടിയായിരുന്നല്ലോ. ആദ്യത്തെ പ്രാർത്ഥനയും എനിക്ക് വേണ്ടിയായിരുന്നു. ഓരോന്നും 7 മൊഴികൾ നാം കാൽവറിയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് എനിക്കായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ ശബ്ദം, എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ കരഞ്ഞ ആ ശബ്ദത്തിന്റെ ശക്തി നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. 1-ാം അധ്യായത്തില് അതിന്റെ 15-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാര ശക്തി നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ കരച്ചിലിന്റെ ശബ്ദം കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ആ മന്ദിരത്തിലെ തിരശ്ശീല, എത്രയോ കട്ടിയുള്ള തിരശ്ശീല, എത്രയോ ശക്തിയുള്ള കുതിര കൊണ്ടുപോലും വലിച്ചാൽ കീറാത്ത ഒരു തിരശ്ശീല മേൽതൊട്ട് അടിയായി ചീന്തിപ്പോയി. എന്തിന്? എനിക്ക് വേണ്ടി. ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ എന്നെ പ്രാപ്തയാക്കേണ്ടതിന് വേണ്ടി. ഞാൻ ആ പ്രാകാരത്തിന് പുറത്തായിരുന്നു, പാളയത്തിന് പുറത്തായിരുന്നു, അശുദ്ധി നിറഞ്ഞവളായിരുന്നു. എന്നാൽ എന്നെ അങ്ങോട്ട് പ്രവേശിക്കുവാൻ വേണ്ടി എന്റെ കർത്താവിന്റെ ശബ്ദത്തിന്റെ ശക്തിയിൽ വ്യാപരിച്ച ആ വലിയ ശക്തിയെ തിരിച്ചറിയുവാൻ ഇന്ന് കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല, മജു ആണ് പാടുന്നെന്ന് കേട്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഒരു പ്രിയ കൊച്ചുമകളാണ് മജു. അവളാണ് പാടുന്നത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറയണ്ട, അത് വിവരിക്കുന്നില്ല. മാത്രമല്ല, ജെബിൻ എൻ്റെ ഒരു കൊച്ചുമകനാണ്, എൻ്റെ പ്രിയ കൊച്ചുമകൻ. എൻ്റെ കൊച്ചുമകൻ എന്ന് തന്നെ പറയാം, അവകാശത്തോടുകൂടെ പറയാം. എൻ്റെ രക്തത്തിൽപ്പെട്ട ഒരു കുഞ്ഞാണ്. അവന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. ഞാൻ പറയാൻ കാരണം, എൻ്റെ ബർത്ത്ഡേ സമ്മാനമെന്ന് ഞാൻ പറയാൻ കാരണം, ഇതിലധികം ഞാൻ എന്താണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത്? എനിക്കൊന്നുമില്ല. എൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. പറഞ്ഞാൽ തീരാത്ത, എനിക്ക് സമയം എത്രയുണ്ടെന്ന് എനിക്കൊന്നും അറിഞ്ഞ സമയം പോലും നോക്കാൻ വയ്യാത്ത വിധത്തിലുള്ള എൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും 2024 പുതുവർഷത്തിന് വേണ്ടി കാത്തിരുന്നു, അല്ലെ? ഞാൻ കാത്തിരുന്ന പുതുവർഷമായിരുന്നില്ല. ഞാൻ കാത്തിരുന്നത്
എന്റെ കർത്താവിന്റെ വരവായിരുന്നു. എന്റെ പ്രാണപ്രിയനെ ഒന്നും മുഖാമുഖമായി കാണാനായിരുന്നു ഞാൻ കാത്തിരുന്നത്. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു വെയിറ്റ്. കാരണം എന്താണെന്ന് അറിയാമോ? എന്റെ മകൾ, 26 വയസ്സുള്ള മകൾ, ഇന്നേക്ക് 32 വർഷം മുമ്പ് ക്യാൻസറായിട്ട് മരിക്കാനിടയായി. അവൾ മരിക്കുന്ന അവൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ ദുഃഖിച്ചു, ഷോക്കായിപ്പോയി. ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും വലിയ തീയിലേക്ക് ഞങ്ങളെ വലിച്ചെറിഞ്ഞൊരു സംഭവമായിരുന്നു. ഞാൻ കരഞ്ഞു, കർത്താവിനോട് അപേക്ഷിച്ചു, കർത്താവെ എന്തിനാണ് അവളെ എടുക്കുന്നത്? എനിക്ക് 3 മക്കളിൽ മിടുക്കിയായൊരു കുഞ്ഞ്, അവൾ പഠിച്ച് അവൾ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്നു. അതിനകം അവൾക്ക് ഇവിടുത്തെ US ഗവൺമെന്റിൽ നല്ലൊരു ജോലി, ഇനി അവൾക്ക് വിവാഹം നടക്കണം. അതുപോലെ അവൾ മിടുക്കി എന്ന് പറഞ്ഞാൽ പറയാനറിയാം, അതുപോലെ മിടുക്കിയായിട്ട് ആത്മീയ കാര്യങ്ങളിലെല്ലാം മിടുക്കിയായ ഒരു പെൺകുട്ടി. അവൾ എപ്പോഴും എന്തിനാ എടുക്കുന്നത്? ഞാൻ പ്രായമായല്ലോ, എന്നെ അങ്ങ് എടുക്കുന്ന പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ അവളെ ഏൽപ്പിച്ച ജോലി അവൾ തീർത്തു, ഞാൻ അവളെ ഇങ്ങനെ വിളിക്കുകയാണ്. നിന്നെ ഏൽപ്പിച്ച ജോലി തീർത്താൽ ഞാൻ വിളിക്കാം. 86 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിക്കും, എന്നും ചോദിക്കും, എന്റെ തീർന്നില്ലേ? എന്റെ പിണി തീർന്നില്ലേ? ഈ വർഷം എല്ലാരും 24ലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവെക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ ഒരു വാക്യമുണ്ട്. ഒരു വാക്ക്, ഒരു ഉപമ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാണാപ്പാടം അങ്ങ് പറയുക. മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം. 3 വർഷമായിട്ട് ഫലം നോക്കി കണ്ടില്ല. രാമൻ പറഞ്ഞ അതിനെ വെട്ടിക്കളക. തോട്ടക്കാരൻ എന്താ പറഞ്ഞ? യജമാനെ നിക്കട്ടെ, ഞാൻ ഒന്നുകൂടെ അത് കിളച്ച് വളമൊക്കെ ഒന്ന് ഇടട്ടെ, ഒരു വർഷം കൂടെ ഫലം കായ്ച്ചെങ്കിലോ. അതാണ് എനിക്ക് കിട്ടിയത്. എന്നെ ഒരു വർഷം കൂടെ നിർത്തിയിരിക്കുന്നത്, ഞാൻ കുറച്ചൊക്കെ ഫലം കായ്ക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊക്കെ പറയുന്ന പോലെ. പക്ഷെ എന്റെ യജമാനന് എന്റെ ഫലം കൊണ്ട് തൃപ്തിയായിട്ടില്ല. കാരണം നമ്മള് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നിൽ കായ്ക്കാത്ത കുമ്പിളൊക്കെ വെട്ടിക്കളയുന്നു, ഫലം കായ്ക്കുന്നതിന്, അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു? ചെത്തി വെടിപ്പാക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ ചെത്തി വെടിപ്പാക്കിയതുപോലെ ആരെങ്കിലും ചെത്തി വെടിപ്പാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ അത്ഭുതകരമായ വിധത്തിൽ ദൈവം എന്നെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നിൽ നിന്ന് അധികം ഫലം എന്റെ പിതാവ് ആഗ്രഹിക്കുന്നു, എന്റെ യജമാനൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ 87-ാം വയസ്സിലേക്ക് എന്നെ പ്രവേശിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എന്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ 17-ാമത്തെ വയസ്സിലാണ് ഞാൻ വീട്ടിൽ നിന്ന്, ഞാൻ 9 മക്കളുള്ള ഒരു ഭവനത്തിൽ, ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. നല്ലൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്നു. ചെറുപ്പം 3-ാം വയസ്സിലാണ് വേദോസ്തം വായിക്കാൻ തുടങ്ങിയത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചു കാണണം ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ ആശാൻ പള്ളിക്കൂടത്തിൽ വിടുന്ന ഒരു പതിവുണ്ട്. ഞങ്ങളുടെ അടുത്ത വീട്ടില് ഒരു ആശാൻ പള്ളിക്കൂടം ഉണ്ട്. ഒരു ആശാൻ വന്ന് ഒരു വീടിന്റെ വരാന്തലിരുന്ന് അക്ഷരം പഠിപ്പിക്കും. അപ്പൊ ഈ കൊച്ചു പിള്ളേരെ എല്ലാം പെറുക്കി അങ്ങോട്ട് വിടും. അപ്പൊ എന്നെ 3 വയസ്സുള്ള എന്നെയും അവിടെ പറഞ്ഞു വിട്ടു. ആ മണലിലൊക്കെ എഴുതി പഠിച്ചു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ എന്റെ വല്യപ്പച്ചൻ എന്നെ വിളിച്ചിരുത്തി ആദ്യം വായിപ്പിച്ചത് വേദോസ്തമായിരുന്നു. Can you believe that? അന്ന് മുതൽ ഇന്ന് വരെ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും ദൈവം എനിക്ക് സ്വാഭാവികമായി തന്ന ഒരു കഴിവാണ്. അന്ന് മുതൽ എനിക്ക് എഴുതാനും വായിക്കാനും ഉള്ളൊരു കഴിവ്. ആ 3-ാം വയസ്സ് തുടങ്ങിയെങ്കിൽ ഞാൻ വേദപുസ്തകത്തെ നിങ്ങൾ പറഞ്ഞ 100 പ്രാവശ്യത്തിലധികം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞാൻ വായിച്ചു തീർത്ത് കഴിഞ്ഞു. 3 മാസത്തിലധികം, 100 പ്രാവശ്യത്തിലധികം ഇപ്പോഴും വായിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നോക്കുക, ദൈവം തന്ന കൃപ. അങ്ങനെ 17-ാമത്തെ വയസ്സിൽ എനിക്ക് ഞങ്ങൾ 9 മക്കളും 4 പെൺമക്കളാണ്. അന്നത്തെ കാലത്ത് പെൺമക്കളെ അധികം പഠിപ്പിക്കുന്ന സ്വഭാവം ഞങ്ങളുടെ അവിടെ ഇല്ല. നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, പെൺമക്കളെ അധികം പഠിപ്പിക്കുന്ന കോളേജിലൊന്നും വിടുന്ന പതിവ് അമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ല. 17-18 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടണം. അപ്പൊ എന്റെ മൂത്ത സിസ്റ്ററിനെ 18-ാമത്തെ വയസ്സിൽ കെട്ടിച്ചു. അടുത്ത എന്റെ കാര്യമാണ്. ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ കല്യാണാലോചന തുടങ്ങി. എനിക്ക് കല്യാണം കഴിക്കണ്ട, കാരണം ഞാൻ കോൺവെന്റിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കന്യാസ്ത്രീകളോട് ഒരു സ്നേഹം, കന്യാസ്ത്രീ ആവണം, കല്യാണം കഴിക്കണ്ട എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നഴ്സിങ്ങിന് പോയത്, തിരുവല്ല മെഡിക്കൽ മിഷനിൽ. അതും വീട്ടിൽ വളരെ എതിർപ്പോടുകൂടെ, പക്ഷെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതുകൊണ്ട് അങ്ങോട്ട് വിട്ടെന്നേ ഉള്ളൂ.
അവിടെ പോയി. അപ്പൊ എൻ്റെ അമ്മ വിടുമില്ലായിരുന്നു. ഞാൻ കരഞ്ഞ് കരഞ്ഞ് ഒരു വിധത്തിൽ അവിടെ പോയി എൻ്റെ ഫാദർ എന്നെ കൊണ്ടുവിട്ടു. 17 വയസ്സല്ലേ ആയുള്ളൂ, 21 വയസ്സാകുമ്പോഴേക്കും കെട്ടിക്കാം. എന്റെ പഠിത്തം നേഴ്സിംഗ് പൂർത്തിയാക്കി കൃത്യം 21 വയസ്സായപ്പോൾ എന്നെ അവിടെ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു. അതും കഴിഞ്ഞു. അപ്പം കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോ നേഴ്സിനെ ആർക്കും വേണ്ട. അപ്പൊ അവര് പറഞ്ഞു, മോള് ജോലിക്കൊന്നും പോണ്ട, ഇവിടെ നിന്നു. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയി 1961 ഞാനും എൻ്റെ ഭർത്താവ് ഒരു പിഞ്ചു കുഞ്ഞും കൂടെ കേരളം വിട്ടതാണ്. അവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അവിടെ ചെന്ന് ഏതായാലും എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അന്ന് ഞാന് പിന്നെ എല്ലാം ഉണ്ട്, രണ്ടുപേർക്കും ജോലിയുണ്ട്, നല്ല ക്വാർട്ടേഴ്സ്, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്, 3 കുഞ്ഞുങ്ങളായി, എല്ലാ സമൃദ്ധിയാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഓർമ്മ വന്നു, അവിടെ പ്രാർത്ഥനയില്ല, ഒരു പള്ളിയില്ല, കൂട്ടായ്മയില്ല, കേവലം ഹിന്ദുക്കളൊക്കെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണ് ഞങ്ങൾ അവിടെ പോയത്. ഞാൻ പേടിച്ചുപോയി. എനിക്ക് ഒരു മരുഭൂമിയുടെ അനുഭവമാണ് അവിടെ ഉണ്ടായത്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ നിന്റെ മകളല്ലേ, ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു കഷ്ടവും ഇല്ലല്ലോ, ഞാൻ നിന്റെ മകളാണെങ്കിൽ എനിക്ക് കഷ്ടം തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാനത് ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ പ്രാർത്ഥിച്ചു, കർത്താവെ, 2-3 പേർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ പറഞ്ഞയക്കണം. ഈ 2 പ്രാർത്ഥനയും അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഷ്ടം തന്നു ഒരുപാട് ഒരുപാട് ഒരുപാട്. അതൊന്നും മുഴുവൻ പറയാൻ എനിക്ക് സമയമില്ല. എൻ്റെ മകൾ, ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്ന് ഞാൻ 76 അമേരിക്കയിൽ വരുന്നത്. ഇപ്പൊ എത്ര വർഷമായി കാണും, എൻ്റെ 39-ാം വയസ്സിൽ അമേരിക്ക വന്നതാണ്. ഇപ്പൊ ഇത്രയും പ്രായമായി, നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. എൻ്റെ മകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവൾ മിടുക്കിയായിരുന്നു. അവൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ ഞങ്ങൾ വളരെ കരഞ്ഞു. ഞങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോൾ അവൾ പറഞ്ഞത്, നിങ്ങൾ കരയരുത്. അവൾ 103-ാം സങ്കീർത്തനം 1-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ വിശുദ്ധ അന്തരമേ നിങ്ങൾ യഹോവയെ വാഴ്ത്തുക, എന്നിലുള്ള ക്യാൻസർ സെല്ലുകളെ നിങ്ങളും യഹോവയെ വാഴ്ത്തുക എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ തമാശ പോലെ പറഞ്ഞിട്ട് അവൾ പറഞ്ഞു, ഇത് ക്യാൻസർ ആണ്, മാരക രോഗമാണ്, മരിക്കുമെന്ന് അറിയാം, പക്ഷെ നിങ്ങൾ ആരും കരയരുത്, നിങ്ങൾ വിഷമിക്കരുത്, ഇതിൽ കൂടെ കടന്നു പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് അവൾ പറഞ്ഞു. അന്നാണ് ഞാൻ ദൈവത്തോട് യാചിച്ചത്, അവളെ തന്നില്ല. അവൾ കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചൊരു കുഞ്ഞായിരുന്നു. കോളേജിൽ ബൈബിൾ ക്ലാസ് എടുക്കുക, OMTM പോയി, അന്നത്തെ അവിടെ ഷിപ്പ് പോയപ്പോഴൊക്കെ ഹോളണ്ടിൽ പോയി ആ ഷിപ്പിന്റെ റീഅറേഞ്ച്മെന്റ് ഒക്കെ അവള് പോയി ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. 3 മാസം കൊണ്ട് കർത്താവ് അവളെ സതിരെ ചേർത്തു. പ്രിയമുള്ളവരെ, കണ്ണുനീർ ഞങ്ങൾ ഒരുപാട് കുടിച്ചു. അന്നൊന്നും ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്, വലിയ ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. വേദനയിൽ കൂടെ കടന്നു പോയപ്പോഴും അവൾ ഞങ്ങളുടെ എല്ലാം മുഖം നോക്കി. അവൾ പറഞ്ഞു, ആരുടെ മുഖം വാടാൻ പാടില്ല, ഞങ്ങൾ ഈ പാടുന്നത് പോലെ സന്തോഷിച്ച് ഉല്ലസിച്ച് പാട്ട് പാടിക്കൊണ്ട് അവളുടെ വേദന, അവൾക്ക് കീമോ ഒക്കെ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്. അവളെ ചികിത്സിച്ച ഡോക്ടർക്ക് പോലും അവളെ കണ്ടപ്പോൾ, അവളെ കണ്ട സുന്ദരിയായ ഒരു കൊച്ചാണ്, അവളെ കണ്ടപ്പോൾ അങ്ങേർക്ക് തന്നെ ദുഃഖം തോന്നി. ഞങ്ങൾ കരയുന്നുണ്ടോ എന്ന് അവൾ നോക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വിചാരിച്ചു എന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ കണ്ടപ്പോൾ, മമ്മി, നോ, യു ഹാവ് നോ ഫെയ്ത്ത്. ഞാൻ എൻ്റെ മക്കളെ ഫെയ്ത്ത് പഠിപ്പിച്ച എൻ്റെ മകളെ എന്റെ നോക്കി പറയാം, മമ്മിക്ക് ഫെയ്ത്ത് ഇല്ല, ഒന്ന് ഓർത്ത് നോക്കുക. അങ്ങനെ ധൈര്യപ്പെടുത്തി. അവൾ മരിക്കുന്ന സമയം വന്നപ്പോൾ, അവൾ ഹോസ്പിറ്റലിലായിരുന്നു. അവൾ ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തു. പപ്പ പ്രാർത്ഥിക്കാൻ ഞാൻ പോവുകയാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് ഒട്ടും, എൻ്റെ ഹസ്ബൻഡാണ് വിശ്വാസത്തിൽ ബലഹീനനാണ്, പുള്ളിക്ക് മക്കളെന്ന് പറഞ്ഞ ജീവനാണ്. കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോളെ നീ എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിന്റെ അടുത്തോട്ട് പോവുകയാണ് പപ്പ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവൾ സ്വർഗീയ ദർശനം കണ്ടു. സ്തെഫാനോസ് കണ്ടതുപോലെ തന്നെ അവൾ സ്വർഗീയ ദർശനം കണ്ടു. എന്റെ ഭർത്താവ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് അവളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് എത്തി. അവൾ ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ടാറ്റ പറഞ്ഞ അവൾ അങ്ങ് പറന്നുപോയി. അവൾ മരിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 32 വർഷം മുമ്പ് എൻ്റെ മകൾ സ്വർഗത്തിലേക്ക് പോയി. അവളാണ് ഭാഗ്യവതി. അവളെ ഏൽപ്പിച്ച ജോലി തീർത്തു. ഈ വയസ്സായ ഞാൻ എൻ്റെ വേല തീർന്നിട്ടില്ല. എൻ്റെ വേല പലതും ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ പ്രശംസിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ്, എൻ്റെ യജമാനന് തൃപ്തി വരാതെ എന്നെ ഇവിടുന്ന്
വിളിക്കുകയില്ല, എനിക്കതറിയാം. അങ്ങനെ ഞങ്ങൾ സങ്കടത്തിൽ കടന്നുപോയി. അതൊരു പരിശോധന, ഒരു അഗ്നി പരിശോധനയായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനിടയായി തീർന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തൊണ്ടയിൽ എന്റെ തൈറോയിഡിൽ ഒരു ട്യൂമർ, അങ്ങനെ ആ ട്യൂമർ കണ്ടുപിടിക്കാനായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് പറഞ്ഞ ഒരു വലിയ ട്യൂമറാണ്, പുറത്ത് കാണാനില്ലായിരുന്നു, അകത്താണ്, ക്യാൻസർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു പേടിയുമില്ല, എന്റെ മകൾ ക്യാൻസർ ആയിട്ടാണ് പോയത്, എനിക്ക് ക്യാൻസർ ആണ്, ഐ എം റെഡി ടു ഗോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഡോക്ടർ വരെ അതിശയിച്ചു പോയി. അങ്ങനെ കുറെ മണിക്കൂറുകൾക്ക് ശേഷം എന്റെ തൊണ്ട കീറി, എന്റെ ആ ട്യൂമർ എടുത്തു. വലിയൊരു ട്യൂമർ ആയിരുന്നു, പക്ഷെ അത് ക്യാൻസർ അല്ലായിരുന്നു, ബിനൈനായിരുന്നു. സ്തോത്രം. അങ്ങനെ അതിൽ കൂടെ കർത്താവിനെ സാക്ഷിപ്പാനുള്ള ഒരു അവസരം കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ അമേരിക്കയിലാണ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി ആദ്യം വന്ന കാലങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടു. ജോലി കിട്ടാൻ പ്രയാസം, 3 മാസം ജോലി ഇല്ലാതെ വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നോർത്ത് ഇന്ത്യയില് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ സിസ്റ്റർ ട്യൂട്ടർ ആയിരുന്നു. നല്ല സുഖമായിട്ട് ജീവിച്ച കാലമായിരുന്നു. പിന്നെ എന്റെ ഭർത്താവിന്റെ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നത്. ഇവിടെ വന്നു, ജോലിയില്ലാതെ വന്നപ്പോൾ ഞാൻ വളരെ കരഞ്ഞു. കർത്താവേ, ഞാൻ പണം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അമേരിക്ക വേണ്ട എന്ന് തന്നെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ വളരെ ഇങ്ങനെ കരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാക്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അത് 27-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം ഞാൻ ഒരിക്കലും അത് മറക്കുകയില്ല. അത് എത്രയോ വർഷം മുമ്പാണ്. ആ 27-ാം സങ്കീർത്തനത്തിന്റെ 13-ാം അധ്യായത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഞാൻ അത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സമയം ഓടിപ്പോകുന്നു. നിങ്ങൾ തരുന്ന സമയത്തിന്റെ ഉള്ളിൽ എന്റെ വചനം തീർക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. 27-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. 13-ഉം 14-ഉം വാക്യം. എന്റെ കണ്ണുനീർ എങ്ങനെ മാഞ്ഞു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ സന്തോഷിച്ചു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. അന്ന് മുതൽ കർത്താവ് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ 76-ലാണ് അമേരിക്കയിൽ വന്നത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ വാക്തത്വം എന്റെ അനുഭവമാക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാൻ ജോലി തന്നു, പഠിച്ചു, ഇവിടെ വന്ന പഠിച്ചു പാസ്സായി. അവരുടെ ബോർഡ് പരീക്ഷ പാസ്സായെങ്കിലേ നഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ പരീക്ഷയിലൊക്കെ പാസ്സായി, എനിക്ക് ജോലി കിട്ടി. ക്രമാതീതമായിട്ട് ഞാൻ ചോദിക്കുന്നതിനേക്കാൾ നിനയ്ക്കുന്നതിലേക്ക് അത്യന്തപരമായിട്ട് ദൈവം എനിക്ക് പ്രൊമോഷൻസ് ഒക്കെ തന്നു, നല്ല നല്ല ജോലി തന്നു. ഭർത്താവിന്റെ മക്കളൊക്കെ വന്നു, ഞങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ, മൂത്തതൊരു മകനാണ്, അവന് മക്കൾക്ക് ചെറുപ്രായത്തിലാണ്. അവര് നോർത്ത് ഇന്ത്യ ജനിച്ച മക്കള് ഇവിടെ അമേരിക്കയിൽ വളർന്ന മക്കളാണ്. അവന് ഒരുവിധം പ്രായമായപ്പോൾ അവൻ പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറ്റത്തിൽ പോയെന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം തുടങ്ങിയ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാണ്. എന്നാൽ പിന്മാറ്റത്തിൽ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പിന്മാറ്റം. വളരെ കണ്ണുനീരൊഴിച്ചു കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടി വന്നു. ഞാൻ മുട്ടുമേ നിന്ന് മണിക്കൂറുകളോളം കണ്ണുനീരൊഴിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകന് വേണ്ടി, അവന്റെ മാനസാന്തരത്തിന് വേണ്ടി. അവൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണ്. പിന്നെ അവൻ അമേരിക്കയിൽ വന്ന് കൂട്ടുകെട്ടിൽ പെട്ടു പോയതാണ്. എന്തു തന്നെ ആയാലും മകൻ പോയെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചൊരവസ്ഥയിലായിപ്പോയി. നാസറിനെ പോലെ മരിച്ചൊരവസ്ഥയിൽ എന്റെ മകനായി തീർന്നു എന്ന് പറയുന്നതിൽ അതിശയമില്ല. കണ്ണുനീര് ഒരുപാട് ഒഴുക്കി പ്രാർത്ഥന ദൈവം കേട്ടു. അവനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. അതൊരു സാക്ഷ്യം. അതങ്ങനെ പോകുമ്പോൾ തന്നെ മകള് പോയി. അങ്ങനെ ഞങ്ങൾ ദുഃഖിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വളരെ സൗകര്യമായിട്ടുള്ള ജോലി, 2 പേർക്കും ജോലിയുണ്ട്. മക്കളൊക്കെ പഠിച്ചു, കോളേജിലൊക്കെ ആയി. എല്ലാം നല്ല സൗഭാഗ്യം. വീടായി, കാറായി, എല്ലാമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവിന് ഹാർട്ടിന് പ്രയാസം. അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ ഭർത്താവിന് ചുരുക്കി പറഞ്ഞാൽ 11 സ്റ്റെന്റ്, നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, തൻ്റെ ഹാർട്ടിൽ 11 സ്റ്റെന്റ് ഇടേണ്ടി വന്നു പല വിധത്തില്. അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ന്യൂയോർക്കിൽ വെച്ച് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തണുപ്പ്, അവിടെ ഭയങ്കര തണുപ്പാണ്, സ്നോ ആണ്. റിട്ടയർമെന്റ് ഞങ്ങൾ അറ്റ്ലാന്റയിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ ചൂടുള്ള പ്രദേശമായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തനിക്ക് പിന്നെ അസുഖം വന്ന് ഓപ്പൺ ഹാർട്ട് സർജറി. ഈ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത സമയത്ത്
പിറ്റേ ദിവസം ഓപ്പൺ ഹാർട്ട് കഴിഞ്ഞ് സാധാരണ വെന്റിലേറ്ററൊക്കെ ഇട്ടിട്ട് പിറ്റേ ദിവസം വെന്റിലേറ്ററൊക്കെ ഊരും, സൗഖ്യമാകും. അങ്ങനെ 4-5 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകും. എൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടും വെന്റിലേറ്റർ ഊതാറായിട്ടില്ല. പുള്ളി അബോധാവസ്ഥയിലാണ്. ഡോക്ടർമാർക്ക് അതിശയം, എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ഒരു പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ബ്രെയിനിൽ സ്ട്രോക്ക് ആയതാണ്. അത് കേട്ടപ്പോൾ ഞാനൊരു നേഴ്സല്ലേ, ഞാൻ ഞെട്ടിപ്പോയി. ഈ സ്ട്രോക്ക് ആണെങ്കിൽ അനേകം നാളുകൾ വെജിറ്റബിളായിട്ട് ഇങ്ങനെ കിടക്കും മരിക്കാതെ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എടുക്കാനാണെങ്കിൽ നിന്റെ മകനെ ഇപ്പൊ എടുത്തോ, തരാനാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു പുരുഷനെ എനിക്ക് വേണം. എനിക്കറിയാമോ, അന്ന് അദ്ദേഹം കണ്ണു തുറന്നു, സൗഖ്യം പ്രാപിച്ചു. 3 വർഷം നീട്ടിത്തന്നു. പ്രിയമുള്ളവരെ, ആ 3 വർഷം ഞങ്ങൾ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ആ കല്യാണം കഴിച്ചു ഒരു അല്പവിശ്വാസിയായിരുന്നു. എന്നാൽ ആ 3 വർഷം ഞങ്ങൾ രണ്ടുപേരും തനിച്ചേ ഉള്ളായിരുന്നു. പിള്ളേരൊക്കെ കല്യാണം കഴിച്ചു, ഞങ്ങൾക്കൊരു വീടുണ്ട്. ഞങ്ങൾ എന്നും രാവിലെ എഴുന്നേറ്റ് കട്ടിലിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് മുട്ടുകുത്തി ഞങ്ങൾ വേദപുസ്തകം വായിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. 3 വർഷത്തെ ഞങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞുപോയ പിൽക്കാലങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാനും ഏറ്റുപറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുപറയാനും. അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിലായി അഡ്മിറ്റ് ചെയ്തു. അന്നും തനിക്ക് വളരെ സന്തോഷമായിരുന്നു. മരണത്തെക്കുറിച്ച് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ആ ഭയമെല്ലാം മാറി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ ചേർക്കപ്പെട്ടു. 14 വർഷം മുമ്പാണ് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. അന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ കൊച്ചുമക്കൾ, ഞങ്ങൾക്ക് അന്ന് 5 കൊച്ചുമക്കൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്ന്, കൊച്ചുമക്കൾ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, പാട്ടുപാടി 103-ാം സങ്കീർത്തനം, തനിക്ക് ഇഷ്ടമുള്ള സങ്കീർത്തനം, അത് വായിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു. ഇന്ന് 14 വർഷം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയപ്പോൾ എൻ്റെ പാടിയതുപോലെ, പ്രാണപ്രിയ എന്റെ സ്നേഹം നിനക്ക് മാത്രം എന്ന് പറയത്തക്ക എൻ്റെ ഭർത്താവ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി ഞാനും നീയും, നീയും ഞാനും, ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം എന്ന അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ 14 വർഷം ഞാനിപ്പോൾ എൻ്റെ മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. എനിക്കൊരു മുറിയുണ്ട്. ആ മുറി വാതിലടച്ചാൽ ഞാനും, എനിക്ക് കമ്പ്യൂട്ടറുണ്ട്, പുസ്തകങ്ങളുണ്ട്. കർത്താവ് തന്ന ശുശ്രൂഷകൾ, ലേഖനങ്ങൾ, അനേക ലേഖനങ്ങൾ എഴുതാനായിട്ട് അനുഭവങ്ങളിൽ കൂടെ ലേഖനങ്ങൾ എഴുതാൻ കർത്താവ് സഹായിച്ചു. ഈ വർഷങ്ങളിലെല്ലാം ഈ കോവിഡ് വന്ന് ഞങ്ങളെപ്പോഴും മിക്കവാറും എല്ലാ വർഷവും നാട്ടിൽ പോകുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴാണ് കോവിഡ് വന്നത്. അതിനുശേഷം നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 4-5 വർഷമായിട്ട് ഈ കോവിഡ് വന്നതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായി. സൂം മീറ്റിങ്ങൾ ആരംഭിച്ചു. സൂം മീറ്റിംഗ് തുടങ്ങി എനിക്ക് മെസ്സേജുകൾ മിക്കവാറും, ഞാൻ ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്നലെ രാവിലെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഒരു മെസ്സേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു, എന്തിനാ മമ്മി ബർത്ത്ഡേ ആയിട്ട്? ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ ഏറ്റുപോയി, എനിക്കത് പറയാതിരിക്കാൻ നടത്തില്ല. ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ സമയമെടുത്ത് വേദപുസ്തകത്തിൽ കൂടെ അത് നമ്മൾ പഠിച്ച് അത് ഞാൻ എഴുതി വെച്ചിട്ട് വേണം മെസ്സേജ് കൊടുക്കാൻ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം ഇത്ര സന്തോഷമായിട്ട് കർത്താവ് എനിക്ക് തന്നു. എനിക്ക് ദുഃഖമില്ല. ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദിയല്ലാതെ, സ്നേഹമല്ലാതെ, നിവൃത്തിയായി എന്ന് എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ ആ നിവൃത്തിയാകുവോളം എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ഞാൻ സന്തോഷമുള്ളവളാണ്. വചനം എപ്പോഴും, ലേഖനങ്ങൾ എഴുതുമ്പോഴൊക്കെ ഈ വചനം ഞാൻ പറഞ്ഞല്ലോ 100 പ്രാവശ്യത്തിൽ കൂടുതൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങി വെളിപ്പാട് വരെ വായിക്കുക മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പഠിക്കുന്നുണ്ട്. വചനം വായിക്കുക, പഠിക്കുക, ധ്യാനിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, മനഃപ്പാഠമാക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ പോകുന്ന ചർച്ചിൽ, ഞങ്ങളൊരു അമേരിക്കൻ അസംബ്ലിയിലാണ്, നല്ലൊരു അസംബ്ലിയാണ്. മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്ക് 10-12 വാക്യങ്ങൾ തരും. അത് മനഃപ്പാഠമാക്കണം. കമ്പൽസറി അല്ല, ഇഷ്ടമുള്ളവർക്ക്. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ എന്നിട്ട് പഠിച്ചിട്ട് ഒരാളെ ചൊല്ലി കേൾപ്പിക്കണം, മെമ്മറൈസ് ചെയ്ത്. എന്നിട്ട് അവിടെ ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റിൽ എഴുതിയിടുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ് തരും. എൽസി ബേബിയുടെ പേരാണ് അവിടെ ആദ്യം. കിട്ടിയാൽ ഉടനെ അതിരുന്ന് ആ വാക്യങ്ങൾ മനഃപ്പാഠമാക്കുവാനുള്ള ഓർമ്മശക്തി കർത്താവ് എനിക്ക് തോന്നും. പലർക്കും സാധിക്കുന്നില്ല. പലരും പറയൂ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കർത്താവ് എനിക്ക് അങ്ങനെ തിരുവചനം മനഃപ്പാഠമാക്കാനുള്ള കർത്താവ് കൃപ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എനിക്ക് തന്ന അവസരങ്ങൾ
കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ഞാൻ ചിന്തിച്ചത് എങ്ങനെ ഫലം കായ്ക്കാം. എന്നെ കുറിച്ച് കർത്താവിന്റെ, അല്ലെങ്കിൽ ഞാൻ ആ അത്തിവൃക്ഷത്തിനെ പോലെ സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നമുക്കൊരു ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കർത്താവ് നീട്ടി തന്നെങ്കിൽ ആ അത്തിയെ നോക്കിയാൽ മതി. ആ അത്തി ഫലമില്ലാത്തതാണ്. നമ്മിൽ ഫലം കായ്ക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു കർത്താവ്. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന പോലെ അധികം ഫലം കായ്ക്കണം. അത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് കർത്താവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് പറയുന്ന ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്പാൻ സാധിക്കുകയില്ല. അതിന്റെ 1-ാം വാക്യത്തിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയെന്ന് അതൊക്കെ ഉണ്ട്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കി കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കണം, ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധി. അങ്ങനെ താഴോട്ട് വന്നിട്ട് പറയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിന്റെ 7-ാം വാക്യം, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തൊക്കെയും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയമുള്ളവരെ, വളരെ ഫലം കായ്ക്കുന്നതിനാൽ. ഒന്ന് ഓർത്തു നോക്കുക, നമ്മിൽ ഫലം മാത്രം പോരാ, വളരെ ഫലം കായ്ക്കണം. അതിന് ചെത്തി വെടിപ്പാക്കുന്നുണ്ട്. എന്താണ് ഈ ഫലം? നാം എന്ത് ഫലമാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാനായിരുന്നു. അത് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നോട് വചനം സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്താണ് നാം ഫലം കായ്ക്കേണ്ടത്? എവിടെയൊക്കെയാണ് ഫലം കായ്ക്കേണ്ടത്? ഒരുപാട് ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമതായിട്ട് വചനം പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്താണ് അതിന്റെ അർത്ഥം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്താണ്? ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം എന്ന് പറയുന്നത്, നാം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം പാപത്തിന്റെ അധീനതയിൽ പെട്ടവരായിരുന്നു, അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു, പാപികളായിട്ട് ജനിച്ച അകത്യത്തിലും പാപത്തിൽ ഉരുവായവരാണ്. എന്നാൽ നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി കാൽവറി ക്രൂശിലെ ആ നാദം ഓർക്കുന്നുണ്ടല്ലോ, ആ നാദം നമ്മുടെ ചെവിയിൽ വന്ന് അടിച്ചപ്പോൾ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് എനിക്ക് വേണ്ടി കരഞ്ഞ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി വീണ്ടെടുക്കപ്പെട്ടവരായി കൊരിന്ത്യലേഖന പ്രകാരം ക്രിസ്തുവിലാവുമ്പോൾ നാം മാനസാന്തരപ്പെടുക. പഴയത് കഴിഞ്ഞു പോയി പുതുതായി തീർന്നു. നമ്മൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ജീവിത അന്ധകാരത്തിൽ നാം അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നു. അങ്ങനെ വരുമ്പോൾ നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നാം കായ്ക്കുന്നുണ്ടോ? എന്താണ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം? അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്ന സാത്താനെ അനുസരിച്ച് നമ്മൾ ജീവിച്ചേരാവുന്നു. എഫെസ്യർ അത് പറഞ്ഞിട്ടുണ്ട്. ജഡമോഹങ്ങൾക്കും കൺമോഹങ്ങൾക്കും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പിന്നെ കൊലോസ്യലേഖനത്തിൽ പറയുന്ന ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരായ അത്യാഗ്രഹം ഇവയെല്ലാം മരിപ്പിച്ച് മാനസാന്തരപ്പെട്ടവരായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ ധരിച്ച് നാം പുതിയ മനുഷ്യനെ ധരിക്കുക. അങ്ങനെയാണോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കണം. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞ വെളിച്ചത്തിന്റെ ഫലം കായ്ക്കുക. അതെന്താണ് അതിന്റെ അർത്ഥം? നാം അന്ധകാരത്തിലായിരുന്നു. ആ അന്ധകാരം ശക്തിയിൽ, അന്ധകാരത്തിന്റെ ശക്തി, പിശാചാവിന്റെ ശക്തിയിൽ അന്ധകാരത്തിൽ കിടന്നവനായിരുന്നു. വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവരാനായിട്ടാണ് വെളിച്ചമാകുന്ന കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചത്. നമ്മെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മളെ എന്താണ് 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നാം വെളിച്ചത്തിന്റെ മക്കളാകുന്നു, അല്ലേ? ഞാൻ അന്ധകാരത്തിന്റെ മക്കളായിരുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന എന്തിനാണ്? നമ്മെ വിളിച്ചവന്റെ അത്ഭുതങ്ങളെ ഘോഷിപ്പാൻ തക്കണം. അതുപോലെ പിന്നെയും പറയാണ്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. എവിടെയാണ്? നമുക്ക് എഫെസ്യർ 5-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. നമ്മിൽ അതാണോ ഉള്ളത്? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. എഫെസ്യർ 5-ാം അധ്യായമാണ്
സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമായതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അവയെ ശാസിക്ക് അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. രഹസ്യപാപങ്ങൾ നമ്മൾ അറിയാതെ രഹസ്യപാപങ്ങൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അശുദ്ധ ചിന്തകളൊക്കെ വരാം. നാം ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു, വെളിച്ചത്തിലേക്ക് വന്നു അതുകൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് പറയരുത്. പാപം ചെയ്യുന്നുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ഈ പാപം ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ അസത്യവാദിയാക്കുന്നു. പാപം ചെയ്തുവെങ്കിലോ എന്താ ചെയ്യേണ്ടത്? ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കുക. ദിനംതോറും ഒരു ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ നടപ്പ്, നാം വെളിച്ചത്തിന്റെ മക്കളാണെന്ന് ഇരുട്ടിലുള്ളവർ നമ്മുടെ വെളിച്ചത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഈ വെളിച്ചത്തിലേക്ക് വരണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വെളിച്ചത്തിന്റെ ഫലം കായ്ക്കണം. പ്രിയമുള്ളവരെ, വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. വെളിച്ചത്തിന്റെ ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. സമയക്കുറവുണ്ട്. ഞാൻ പോയിന്റ് മാത്രം പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. ഇനി 3-ാമത്തെ ഫലം കായ്ക്കുന്ന എന്താണ്? എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അത് നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളെ രക്ഷിക്കപ്പെട്ടു, കൃപയാലെ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പൊരുള് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 10-ാം വാക്യത്തില് നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് കർത്താവ് രക്ഷിച്ചത്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടല്ല നാം രക്ഷിക്കപ്പെട്ടത്, കൃപയാലെ വിശ്വാസം മൂലം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സൽപ്രവൃത്തികളിൽ, പിന്നെ തിമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോ 1 തിമോത്തി 6:18-19 എന്താണ് പറയുന്നത്? നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ എന്തായിത്തീരണം എന്നാ പറഞ്ഞിരിക്കുന്നത്? സമ്പന്നരായി തീരണം. നിങ്ങളത് എടുത്ത് വായിച്ചാൽ മതി. നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊണ്ട് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവിൻ. പ്രിയമുള്ളവരെ, സൽപ്രവൃത്തികൾ സമ്പന്നരാകണം, സൽപ്രവൃത്തികൾ ഫലം കായ്ക്കണം. എന്താണ് ആ വിഷയം തന്നെ ഒരു മണിക്കൂർ പ്രസംഗിക്കാനുണ്ട്. സൽപ്രവൃത്തികൾ, നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതൊന്ന് ഓർത്തു നോക്കുക. അതിന്റെ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തില് എന്താണ് ദൈവം പ്രസാദിക്കുന്ന സൽപ്രവൃത്തി? പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങൾ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ കാത്തുകൊള്ളുന്നതുമാകുന്നു. Can you believe that? സൽപ്രവൃത്തി ചെയ്യാൻ നമ്മുടെ ചുറ്റും ദൈവം അവസരം തന്നിട്ടുണ്ട്, ആളുകളെ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടമില്ല. നമ്മൾ വിശ്വാസികളാണ്, വെളിച്ചത്തിന്റെ മക്കളാണ്, നമുക്ക് പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കോൺഫറൻസുകളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അല്പം ഒരു സൽപ്രവൃത്തി ചെയ്യാൻ, നമ്മുടെ അയൽക്കാരോട് ഒരു നല്ല പ്രവൃത്തി ഒന്ന് ചെയ്ത് കാണിപ്പാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? കണ്ണടച്ച് കളയല്ലേ പതിവ്. അതിന്റെ പിന്നെ അവിടെ പറയുന്നുണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ അത് പാപമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാപം. അപ്പൊ നാം എത്ര പാപം ചെയ്യുന്നുണ്ട്? നന്മ ചെയ്യാനുള്ള അവസരം കർത്താവ് തന്നിട്ടുണ്ട്, അത് കാണുന്നില്ല. അവസരം കണ്ടിട്ടും നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളതിന് യോഗ്യരായ, അതുപോലെ തന്നെ അതിന്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞ നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളൂ, അതിന് യോഗ്യരായവർക്ക് ചെയ്യാതിരിക്കുന്നത് പാപമാകുന്നു. പ്രിയമുള്ളവരെ, നാം ദിവസം എത്ര പാപമാണ് ചെയ്യുന്നത്? സങ്കീർത്തനം 41:1 എന്താ പറയുന്നത്? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുക. എളിയവനെ ആദരിക്കുക. എളിയവരെ ആദരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? വലിയ മഹാന്മാരെ അല്ലേ നാം ആദരിക്കുന്നത്? വലിയ വലിയ ആളുകളെ വീട്ടിൽ വിളിക്കുന്നു, സൽക്കരിക്കുന്നു, എന്തൊക്കെയാ ചെയ്യുന്നത്? എളിയവനായ ഒരു കർത്തദാസൻ വന്നാൽ അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, അവരെ സൽക്കരിക്കാൻ നമുക്ക് മനസ്സില്ല. സഹോദരിമാരെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഞാൻ വിട്ടുപോവുകയാണ്. അതുപോലെ സദൃശവാക്യം 19:17 ഒന്ന് വായിച്ചു നോക്കുക. എളിയവനോട് കൃപ കാട്ടുന്ന യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്യുന്ന നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. പ്രിയമുള്ളവരെ, നാം ഒരു കപ്പ് വെള്ളം കൊടുത്താൽ പ്രതിഫലം തരുന്നൊരു കർത്താവാണ്. നമുക്ക് എളിയവരോട് കൃപ കാട്ടിയാൽ ദൈവം നമുക്ക് തരുന്ന നന്മകൾ ചില്ലറയൊന്നും അല്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. അതുപോലെ അതിന്റെ സദൃശവാക്യം 21:13 ശ്രദ്ധിച്ചു വായിക്കുക. എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തി കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും ഉത്തരം ലഭിക്കയില്ല.
പ്രിയമുള്ളവരെ, ഗൗരവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? നാം എളിയവന്റെ നിലവിളിക്ക് നീ ചെവി പൊത്തിക്കളഞ്ഞാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കൂല. എത്ര ഗൗരവമായ ഒരു ഭാവമാണ് പ്രിയമുള്ളവരെ. എന്നാൽ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ചൊക്കെ പറയാൻ ഒരുപാടുണ്ട് പ്രിയമുള്ളവരെ. അതേക്കുറിച്ച് സദൃശവാക്യത്തിൽ തന്നെ ഒരുപാട് വാക്യങ്ങളുണ്ട്. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ അവസരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റും എത്രയോ സാധുക്കളാണുള്ളത്. ഇവിടെ ഞങ്ങൾക്ക് അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് ചിരി വരുന്നൊരു കാര്യമുണ്ട്. നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഉടനെ അമേരിക്കയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു, അമേരിക്കയിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കാണ് ഈ നാട്ടിൽ കിടക്കുന്ന കോടീശ്വരന്മാരുടെ കാശൊന്നും ഇല്ലേ, അവർക്കൊന്നും കൊടുക്കാൻ മനസ്സില്ല. അമേരിക്കയിലുള്ളവർ സുഖമായി ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, ജോലിക്ക് പോകുന്നത്. ജോലിയില്ലാതെ നമുക്ക് വീട് കടം, കാറ് കടം, എല്ലാം കടമാണ്. ഈ കടം വീട്ടാനാണ് മക്കളും എല്ലാവരും ജോലിക്ക് പോകുന്നത്. വളരെ അധ്വാനിച്ചാണ് കിട്ടുന്നത്. ആ കിട്ടുന്നതിന് $1 നാട്ടിൽ വന്നാൽ അത് നല്ലൊരു സംഖ്യയാണ്. ഇപ്പോൾ അതും നിർത്തിവെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഡോളറായിട്ട് നാട്ടിലേക്ക് അയക്കാൻ പോലും പരിമിതിയാണ്. പക്ഷെ നമുക്ക് എന്നാലും ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ള വഴികളുണ്ട്. ചെയ്യുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. എളിയവർക്കോ നമുക്ക് സൽപ്രവർത്തികൾ സമ്പന്നരാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി അവസാനമായിട്ട് ആത്മാവിന്റെ ഫലം കായ്ക്കണം. ഞാനത് ആദ്യം പറയേണ്ടതായിരുന്നു, അത് അവസാനത്തേക്ക് വെച്ചതിന്റെ കാരണം ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 നമുക്കറിയാവുന്നതാണ്. ആത്മാവിന്റെ ഫലം കായ്ക്കുക എന്താണ് നമുക്കത് അറിയാം, കാണാപ്പാടെ എല്ലാവർക്കും അറിയാം. സന്തോഷം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം. 9 രുചിയുള്ള ഒരു ഫലമാണ് ആത്മാവിന്റെ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റൊരു ഫലമാണ്. ആ ഒരു ഫലത്തില് 5 തരം രുചികൾ അല്ലെങ്കിൽ 5 കളറുകളുള്ള ഒരു ഫലം. അതാരാണ്? നമ്മുടെ കർത്താവിന്റെ ഫലം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ഫലം നമുക്ക് കായ്പാൻ സാധിക്കുന്നു. ആ ഫലം കായ്ക്കണം. അതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത്. ആ ഫലം ആ ക്രിസ്തുവിൽ വസിച്ച് ക്രിസ്തുവിൽ നിന്ന് വലിച്ചെടുത്ത് നാം ആ ഫലം കായ്ക്കുമ്പോഴാണ് ആത്മാവിന്റെ ഫലമാകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഈ ഫലം നമ്മിൽ പുറപ്പെടുവിക്കുന്നുണ്ടോ? അതിനാധാരമായിട്ട് ചില വാക്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് ഓടിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യലേഖനം അതിന്റെ 3-ാം അധ്യായം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞങ്ങ് പോകാം. 5 വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ 5-ാം വാക്യത്തിൽ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണം. 5 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇത് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളിലുള്ളതാണ്. അത് മരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ കിട്ടി നാം ജീവനിലേക്ക് കടക്കുന്നത്. അത് കഴിഞ്ഞ് താഴോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ അവിടെ പറയുന്ന, അതിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവരിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ 8-ാം വാക്യത്തില് ഇപ്പോഴോ ശരിയല്ല, ഇപ്പോഴോ നിങ്ങളും 5 കാര്യം അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴോ നിങ്ങളും എന്താണ്? കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. 5 കാര്യങ്ങൾ. ഇവ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇവയൊക്കെ വിട്ടുകളയണം. രക്ഷിക്കപ്പെട്ടു, മരിപ്പിച്ചു കളഞ്ഞു, നാം ക്രിസ്തുവിലായി. പക്ഷെ വിട്ടുകളയാത്ത ഈ സ്വഭാവങ്ങൾ നമ്മളില്ലേ? കോപിക്കരുത്, പാപം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. കോപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, കോപിക്കാം, പക്ഷെ കോപിപ്പിൻ, പാപം ചെയ്യരുത്. ഞങ്ങള് നഴ്സിംഗിൽ ഒരു ഇതുണ്ട്, കിൽ യുവർ ആങ്കർ ബിഫോർ ഇറ്റ് കിൽ യു. നിന്റെ കോപം നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ആ കോപത്തെ കൊല്ലണം. ഇന്ന് കോപം മൂത്താണല്ലോ ക്രോധമായി വരുന്നത്, കോപം മൂത്താണല്ലോ കൊലപാതകം വരുന്നത്. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞപ്പോ മനോരമയിൽ കണ്ട ഒരു കാര്യം പറഞ്ഞു. ഒരു പുരുഷൻ അവന്റെ സഹോദരി അവരുടെ ജാതിയിൽപ്പെടാത്ത അന്യജാതിയിൽപ്പെട്ട ഒരുത്തനെ സ്നേഹിച്ചു, പ്രേമിച്ചു, കല്യാണം കഴിക്കണമെന്ന് നിശ്ചയിച്ചു. ഈ സഹോദരൻ ആ സഹോദരിയെയും കാമുകരെയും കഴുത്ത് വെട്ടിക്കൊന്നു. ഒരു വാർത്ത വന്നതാണ്, ഞാൻ കണ്ടതല്ല, മനോരമ വന്നെന്ന് ഒരാൾ പറഞ്ഞതാണ്. ഒന്ന് ഓർത്ത് നോക്കുക, എങ്ങനെ സാധിച്ചു? സ്വന്തം സഹോദരിയുടെ കഴുത്ത് വെട്ടാൻ അവന്റെ കൈ എങ്ങനെ ബലപ്പെട്ടു? അത് വിശ്വാസിയല്ല. എന്നാൽ നമ്മൾ കൊലപാതകം എന്താ ചെയ്യുന്നത്? കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ അറിയാം. ഒരു സഹോദരനോട് മൂഢാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു കൊലപാതകം തുല്യമാണ്.
സഹോദരനെ സ്നേഹിക്കാഞ്ഞാൽ അത് കൊലപാതകമാണ്. അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സഹോദരന്മാരെ. ഞാൻ വേഗം ഒഴിച്ചു പോവുകയാണ്. 8-ാം വാക്യത്തിൽ 5 കാര്യങ്ങൾ അത് വിട്ടുകളവിൻ. അത് കഴിഞ്ഞ് 9-ാം വാക്യത്തിൽ അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നതാണ്. ആരാണ് പുതിയ മനുഷ്യൻ? കർത്താവായ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട് 12-ാം വാക്യത്തിൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ. 5 കാര്യങ്ങൾ പ്രിയമുള്ളവരെ ശ്രദ്ധിപ്പിൻ. ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അത് നാം ധരിക്കണം. അതുപോലെ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരു വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ നാം എന്നും കുളിച്ച് നമ്മുടെ വസ്ത്രം മാറുന്നുണ്ടല്ലോ, നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാറ്റിനും മീതെ ധരിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്? സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. നമ്മുടെ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? ഈ നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിപ്പാൻ നമുക്ക് പ്രയാസമില്ല, അല്ലേ? റോമലേഖനം 12-ാം എടുത്ത് വായിച്ചു നോക്കുക. അതിന് 1-ാം വാക്യം 2-ാം വാക്യം നാം അനുസരിച്ചാൽ ഇതൊക്കെ ചെയ്യാനുള്ള കൃപ നമുക്ക് ലഭിക്കും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധിയുള്ള ആരാധനയായിട്ട് നമ്മുടെ കർത്താവിന് ആദ്യം സമർപ്പിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തെ കർത്താവിന്റെ പാദപീഠത്തിൽ, നമ്മുടെ വീട്ടിൽ ഒരു യാഗപീഠമുണ്ടോ? യാഗം അർപ്പിക്കുന്ന യാഗപീഠത്തിലാണ്. യാഗപീഠം നമ്മുടെ ഭവനത്തിലുണ്ടോ? ആ യാഗപീഠത്തിൽ അഗ്നി കത്തിക്കൊണ്ടിരിപ്പുണ്ടോ? ആ അഗ്നിയിൽ നമ്മുടെ ജഡത്തെ നാം നശിപ്പിക്കുക, അതിനെ അർപ്പിക്കുക. യാഗമായിട്ട് അർപ്പിച്ചിട്ട് ഈ ലോകത്തോട് അനുരൂപരാകാതെ നാം മനസ്സ് കുതിക്ക് രൂപാന്തരപ്പെടുന്ന അനുഭവം ദിവസവും വേണം പ്രിയമുള്ളവരെ, ദിവസവും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ജയജീവിതം നയിപ്പാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. ആ സ്നേഹം ധരിച്ചു കഴിയുമ്പോൾ അതിന്റെ 15-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായിരിപ്പിൻ. പിന്നെ സങ്കീർത്തനങ്ങളാലും സ്തുതികളും കാൽവറിനാദം പാട്ടുകൾ ഇതൊക്കെ നമ്മളിൽ നിന്ന് ഉയരണമെങ്കിൽ നാം ഇതൊക്കെ ചെയ്യണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ ആ കൊലോസ്യർ 3-ാം അധ്യായം വായിച്ചു നോക്കുക. 5 കാര്യങ്ങൾ: മരിപ്പിക്കുക, വിട്ടുകളയുക, ഉരിഞ്ഞുകളയുക, ധരിക്കുക. ഇത് ചെയ്താൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഓടിച്ച് പറയുന്നതുകൊണ്ട് പലതും വിശദമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് തന്ന വചനം നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്റെ 17-ാം വാക്യം: വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടിരിക്കും. പ്രിയമുള്ളവരെ, നാം കർത്താവിന് പ്രസാദമുള്ളതാണോ ചെയ്യുന്നത്? നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണം. നമ്മെ കഷ്ടതകൾ കൂടെ കടന്നു പോയി. ഇപ്പൊ സഹോദരന്റെ കുഞ്ഞിന് സുഖമില്ലാതെ വന്നു, എല്ലാവരും പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. ഓരോ കുഞ്ഞിനും ഒരു അസുഖം വരുമ്പോൾ, നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമുക്ക് വിഷമം വരും. നാം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കർത്താവ് നമ്മെ നോക്കും. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഇതുവരെ എവിടെയായിരുന്നു? സന്തോഷം വരുമ്പോ, ഉല്ലാസം വരുമ്പോ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. കഷ്ടം വരുമ്പോൾ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുക. എളിയവനോട് നീ ദയ കാണിച്ചിട്ടുണ്ടോ? നിന്റെ പ്രാർത്ഥന ഞാനിപ്പോ കേൾക്കയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന കർത്താവല്ല. കർത്താവിന്റെ കൃപ നമ്മൾ ധാരാളം അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് ശരീരത്തിൽ പ്രയാസമുണ്ട്. എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന പാടിയ പാട്ടിൽ തന്നെ നമുക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കർത്താവ് ആ പൗലോസപ്പോസ്തലൻ എന്തുമാത്രം കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് ഒരു അസുഖം വന്നപ്പോൾ കർത്താവിന് ആ ജഡത്തിലെ ശൂലം ഒന്ന് മാറാൻ പറഞ്ഞപ്പോൾ നിഗളിക്കാതിരിക്കാനാണ് ശൂലം കൊടുത്തതെന്ന് പറയുന്നു. അത് ശരിയായിരിക്കാം. ഞാൻ അത് ഓർക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. കർത്താവ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിയും? എന്തുമാത്രം കഷ്ടം സഹിച്ചൊരു സഹോദരനാണ്. ഞാൻ ആ ശൂലം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയുടെ ശക്തി എന്താണെന്ന് അറിയാമോ? ആ വാക്യം ഞാൻ വായിച്ചിട്ട് ഇവിടെ നിർത്താൻ എന്റെ സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയുന്നതാണ്, നന്ദികളെ ചുവാരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നു. 3 വട്ടം ചോദിച്ചപ്പോൾ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആ കൃപ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പ്രിയമുള്ളവരെ. ദൈവകൃപയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയുടെ വ്യാപാര ശക്തി നാം മനസ്സിലാക്കി. അതൊരു വിഷയമാണ്. ഇനി ഒരു അവസരം കിട്ടിയാൽ അതിനെ കുറിച്ച് പറയാം. എന്നാൽ ആ ശക്തി ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു.
ഞാൻ വളരെ ബലഹീനയാണ്. ഇപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പലവിധമായ അസുഖങ്ങളുണ്ട്. കിഡ്നിക്ക് പ്രയാസമുണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പലതും ഉണ്ട്. പക്ഷെ ഈ വാക്യമാണ് എന്നെ ശക്തീകരിക്കുന്നത്. എന്റെ ബലഹീനതകൾ എനിക്ക് ശക്തി തന്ന കർത്താവിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇത്രയും സമയം നിങ്ങളുടെ മുമ്പാകെ തുറന്ന് സംസാരിക്കാൻ തന്ന ശക്തിക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവകൃപയല്ലാതെ വേറെ ഒന്നുമല്ല. ഞാനും എന്റെ കർത്താവും ഞാനുമായിട്ടുള്ള കണ്ടീഷൻ അതാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വചനമായി രാവിലെ 5 മണിക്ക്, എത്ര താമസിച്ച് കിടന്നാലും രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേക്കും. ആ 5 മണിക്ക് എഴുന്നേറ്റ് ആ പാദത്തിൽ മുട്ടുകുത്തി ഞാനും കർത്താവുമായിട്ടുള്ള സംസാരം വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് സംസാരിക്കുന്നു, ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നു. ആ കൃപ പ്രാപിച്ചുകൊണ്ട് ഒരു ദിവസം ജീവിച്ചാൽ എനിക്ക് വിജയമല്ലാതെ തോൽവിയില്ല. പ്രിയമുള്ളവരെ, ദുഃഖമുണ്ട്, എനിക്ക് കണ്ണുനീരുണ്ട്, വേദനകളുണ്ട്, രോഗമുണ്ട്, ഒരു പ്രയാസവുമില്ല. കാരണം എന്നിൽ നിന്ന് അധികം ഫലം കായ്ക്കേണ്ടതിന് 16-ാം വാക്യം കൂടെ വായിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ശക്തി നൽകുന്നത് ആ കൃപയുടെ ശക്തി അനുഭവിച്ചുകൊണ്ട് ദിനംതോറും ജീവിപ്പാൻ, കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ. ഫിലിപ്പിയ ലേഖനത്തിൽ ആ പുസ്തകം തന്നെ തന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ എത്ര നല്ല അനുഭവങ്ങളാണ് താൻ അവിടെ പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിന്റെ ആ 3-ാം വാക്യത്തിലൊക്കെ ഞാൻ പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുന്നു. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളൊക്കെ നമുക്കുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എന്റെ സാക്ഷ്യം ഈ വചനങ്ങളൊക്കെ കർത്താവ് തന്നതാണ്, ഞാൻ സംസാരിച്ചതല്ല. പരിശുദ്ധാത്മാവിനാൽ ദൈവം എനിക്ക് തന്നു. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ വലിയൊരു സമ്മാനമായി ഞാൻ ഇത് കരുതുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷകരമായ, പ്രത്യാശാനിർഭരമായ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. ഈ സാക്ഷ്യത്തിന് അനുബന്ധമായൊരു ഗാനം അതൊന്ന് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. മഞ്ജു സഹോദരിയെ ആ ഗാനം ഒന്ന് ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അത് കേട്ടിട്ട് നമുക്ക് നമ്മുടെ മീറ്റിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആൻറ്റിയുടെ ബർത്ത്ഡേയുമാണ്. ആൻറ്റിയുടെ സാക്ഷ്യവും കേട്ടപ്പോൾ ആൻറ്റിയെ ഇന്നയോളം പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. നമുക്ക് അതിന് സൂചകമായ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാം തിരുകൃപ
ശോധനകൾ അഗ്നിയസ്ത്രം പോലെ ശക്തനായി എതിരേറുമ്പോൾ എന്നും ജയം നൽകി പുലർത്തുന്നതോർത്താൽ ആ സ്നേഹം എന്താശ്ചര്യമേ. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, സർവം തിരുപാദി അർപ്പിക്കുന്നേ. എന്നും പ്രതികൂലം അനവധി തന്നെ, ഉള്ളം വിങ്ങുന്ന വേദനയും എല്ലാം നന്മയ്ക്കായി എന്ന വാഗ്ദത്തം എത്ര ആശ്വാസം നൽകുന്നു. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, സർവം തിരുപാദി അർപ്പിക്കുന്നേ. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ. നന്ദി നന്ദി യേശുവേ, നന്ദി നന്ദി യേശുവേ, സർവം തിരുപാദി അർപ്പിക്കുന്നേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആന്റിയുടെ ജീവിതത്തിലൂടെ വീണ്ടും കടന്നു പോയപ്പോൾ മറിയയെക്കുറിച്ച് വലിയവനായി ദൈവം പറഞ്ഞു, നിന്റെ ആത്മാവിലൂടെ ഒരു വാൾ കടന്നു പോകും. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ആ അനുഭവം നിറവേറിയത് നമുക്കറിയാം. തന്റെ മകനാണ് എങ്കിലും ഒരു മാതാവെന്നുള്ള നിലയിൽ അതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു അനുഭവം. പ്രിയ ആന്റിയുടെ ജീവിതത്തിലെ കഠിനമേറിയ അനുഭവങ്ങളിലും പ്രാർത്ഥനയോടെ വിജയത്തിലേക്ക് നിൽക്കുവാൻ, പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിപ്പാൻ ദാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സാക്ഷ്യം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു വെല്ലുവിളിയാണ്. നാം അങ്ങനെയാണോ? നമുക്കത് സാധിക്കുന്നുണ്ടോ? ആന്റിയുടെ ഈ പുതിയ വർഷത്തേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ രാത്രി ഞങ്ങളോടൊപ്പം ആ ഒന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ആ വെരി ഫസ്റ്റ് ഡേ ഞങ്ങളോടൊപ്പം ആയിരുന്ന ആ ജീവിത അനുഭവങ്ങളൊന്ന് തുറന്ന് ഞങ്ങളെ ഒന്ന് പറഞ്ഞു തരുവാൻ കൃപ തന്നതിന്, കഴിഞ്ഞതിന്, താല്പര്യം കാണിച്ചതിന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. രാത്രി അനേകർ കടന്നു വന്ന് അവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ജോയ് ജോൺ കുവൈറ്റ് അങ്കിളുണ്ട്. പ്രിയ അങ്കിൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എന്നാൽ അതിനു മുമ്പ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാം ഗുരുച്ചാൻ വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുകയും പ്രിയ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയും ചെയ്യും. അതിനായിട്ട് പ്രിയ മാം ഗുരുച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം നാം വളരെ അധികം സന്തോഷിച്ച ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് എൽസി ആന്റിയുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു അന്ന്. ആ ബർത്ത്ഡേ എല്ലാം മാറ്റി വെച്ചിട്ട് ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയം മാറ്റിവെച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ആന്റിയെ ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. വളരെ വിലപ്പെട്ട ഒരു സമയമാണ് ദൈവം നമുക്കിന്ന് ദാനമായിട്ട് തന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. അതിനുശേഷം വചനത്തിൽ നിന്ന് ആ സംസാരിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് കടന്നു വന്ന്
ഇനി കേൾക്കാനിരിക്കുന്നവർക്കും അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകും എന്ന് ഞാൻ പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ തന്ന പ്രിയ ആന്റിയോടുള്ള നന്ദിയും സ്നേഹത്തെയും ഞങ്ങളിപ്പോൾ അറിയിക്കുകയാണ്. ഇതുപോലെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഈ മിനിസ്ട്രിയിൽ വന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയും കൂടിയാണ്. മാത്രമല്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 ഗാനങ്ങൾ പ്രിയ സഹോദരി മജുവിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം എന്നും ഇടവരുത്തി. വലിയവനായ ദൈവത്തെ നാം പാടി സ്തുതിക്കുകയായിരുന്നു. പ്രാണപ്രിയനെ, ജീവൻ തന്ന രക്ഷകനെ നമ്മുടെ ജീവിതത്തിൽ ഓർക്കുവാൻ തക്കവണ്ണം ഇന്നൊരവസരം കൂടി ദൈവം തന്നു ഓർത്ത് ആ ദൈവത്തിന് നന്ദി പറയുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. മാത്രമല്ല, ഈ മിനിസ്ട്രിയിൽ കടന്നു വന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും സഹകരണമാണ് ഞങ്ങളെ ഈ ഒരു മിനിസ്ട്രിയിൽ ഇത്രത്തോളം മുമ്പോട്ട് പോകുവാൻ ദൈവം ഇടവരുത്തിയത്. നോർത്ത് അങ്ങയുടെ സ്തോത്രം. സമയം കിട്ടുമ്പോഴെല്ലാം ഈ മിനിസ്ട്രിയിൽ കടന്നു വന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഈ മിനിസ്ട്രി ഓർത്ത് അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലങ്ങൾ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന പ്രിയ കർത്തൃദാസൻ സന്തോഷ് മാത്യു സഹോദരനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നിർത്തേണ്ട ആവശ്യമായിരിക്കുന്നു. പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ വേണ്ടി കുവൈറ്റിലുള്ള ജോയ് ജോൺ സഹോദരനെ വളരെയധികം സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. അവിടുത്തെ മക്കളാകുന്ന ഞങ്ങൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഏകാത്മാവിൽ അവിടുത്തെ തിരുസാന്നിധ്യ ബോധത്തിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ അനേക നാളുകളായി ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുവാൻ അവിടുന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നന്മയും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ അനേകരെ അവിടുന്ന് ഇടയാക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ഇതിലൂടെയെല്ലാം അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ 2 ആഴ്ച ഈ പ്രോഗ്രാം നടക്കുവാൻ ഇടയായില്ല എങ്കിലും വീണ്ടും അത് ഈ നിലയിൽ ഇന്ന് സന്ധ്യയെങ്കിൽ തുടരുവാൻ അവിടുന്ന് കാര്യങ്ങളെ ക്രമീകരിച്ചു. അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ക്ഷേമമില്ലാതിരുന്ന പ്രിയപ്പെട്ട മകൾക്കും പ്രിയ സഹോദരൻ സന്തോഷനും കുടുംബത്തിനും ഒക്കെയും ദൈവം നൽകി വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം അവിടുത്തെ സന്നിധിയിൽ കഴിച്ചത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസി പ്രിയ എൽസി ബേബി ആന്റിയെ അവിടുന്ന് നടത്തിയ വിധങ്ങളെക്കുറിച്ച് അവിടുത്തെ കൃപ അധികമായി അനുഭവിച്ചുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും അങ്ങയ്ക്ക് വേണ്ടി ഫലം കായ്ക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ തലമുറയിൽ കർത്താവെ, അനേകർക്ക് ഒരു പ്രചോദനമായി, ഞങ്ങളുടെ സമൂഹത്തിനൊരു അനുഗ്രഹമായി അവിടുത്തെ ദാസിയെ നിലനിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ഓർത്തതുപോലെ കർത്താവെ, പ്രിയ ദാസിക്ക് 87-ാം വയസ്സിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ കൃപ അവിടുന്ന് നൽകി. ഈ ജന്മദിനത്തിനായിട്ട് സ്തോത്രം. ഈ സന്തോഷകരമായ ദിവസത്തിൽ അവിടുത്തെ ദാസിക്ക് ഈ നിലയിൽ ഞങ്ങളോടൊപ്പമായിരിക്കാൻ തന്റെ ജീവിത അനുഭവത്തെ കർത്താവെ ദൈവദിനത്തിന് മുമ്പാകെ പങ്കുവെച്ച് അനേകർക്കൊരാശ്വാസവും ധൈര്യവുമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. അവിടുന്ന് നൽകിയ നല്ല വാക്കുകൾക്കായി, വചനങ്ങൾക്കായിട്ട് സ്തോത്രം. കേൾപ്പിച്ച അനുഗ്രഹീതമായ ചിന്തകൾക്കായി സ്തോത്രം. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ വാസ്തവമായ നിലയിൽ ഫലം കായ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദിവ്യ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. അങ്ങയുടെ സ്നേഹവും അനുകമ്പയും മറ്റുള്ളവരോടുള്ളതായ ദയയും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അധികമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ ദാസിയെ ആയുസ്സോടും ആരോഗ്യത്തോടും കൂടി അവിടുന്ന് നിലനിർത്തണം. തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ പ്രത്യേകമായി നൽകണമേ. ജീവിതത്തിൽ എത്രയോ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനിടയായി. എന്നാൽ അവിടുത്തെ വചനം അവിടുത്തെ മകൾക്ക് ബലമായിട്ടിരുന്നു. അങ്ങയുടെ സാന്നിധ്യം അവൾക്ക് ആശ്വാസമായിരുന്നു. കർത്താവെ, ആ നിലയിൽ അവിടുത്തെ ദാസിയെ സഹായിച്ചു. ഞങ്ങളെ ഓരോരുത്തരെയും ആ നിലയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ മകൾ മജുവിനെയും അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. അതിനായി സ്തോത്രം. ഈ കഴിഞ്ഞ നാളുകളിൽ അനേക പ്രാവശ്യം
ദൈവജനത്തിന് അനുഗ്രഹമായ നിലയിൽ ശുശ്രൂഷിക്കുവാൻ അവിടുത്തെ ദാസിയെയും കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. തുടർന്നും അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഇതിന്റെ ചുമതല വഹിക്കുന്ന പ്രിയ റോയ് ചാനെയും സന്തോഷ് ബ്രദറിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിന്റെ സാങ്കേതിക വിദ്യകളൊക്കെ നന്നായി ഫംഗ്ഷൻ ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ഈ മീറ്റിംഗിൽ ഉടനീളം അവിടുത്തെ കൃപ വ്യാപരിച്ചതിനായി സ്തോത്രം. തുടർന്ന് കർത്താവിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അനേകർ കേൾക്കുമ്പോൾ അനേകരുടെ ജീവിതത്തെ പ്രചോദനമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് വെക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്ന അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് ഏവരോടും കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ വരവിനെ പ്രത്യാശിച്ചുകൊണ്ട് ഞങ്ങളുടെ കർത്താവിന്റെ കാഹളനാദത്തിനായി കാതോർത്ത് ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ അവിടുത്തെ കൃപ തരണമേ. ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.